വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണല്ലോ. ആ വിനാശകാലത്തിൻ്റെ വിപരീത ബുദ്ധിയുടെ കോൺസിക്വൻസസ് ആണ് ഈ വീഡിയോ ഫുൾ. നട്ടുച്ച സമയത്ത് ആരും ഷോപ്പിങ്ങിന് വരില്ല എന്ന് കരുതിയിട്ട് കറക്റ്റ് നട്ടുച്ച തന്നെ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണിത്. ഇത് ട്രിവാൻഡ്രം ലുലുവിൻ്റെ കാഴ്ചയാണ്. അരമണിക്കൂർ നിന്നിട്ടും കാറുകളൊന്നും പാർക്കിങ്ങിലേക്ക് കയറുന്നില്ല. അപ്പോൾ ഞാൻ കരുതി തൊട്ടപ്പുറത്ത് മോൾ ഓഫ് ട്രാവൻകൂർ ഉണ്ടല്ലോ എന്ന് പിന്നെ അങ്ങോട്ട് വിട്ടേക്കാം എന്ന് കരുതിയിട്ട് നേരെ അങ്ങോട്ട് പോയി. പിള്ളേർക്ക് മാക്സിൽ കയറണം, എല്ലാ ബ്രാൻഡുകളും അവിടെ ഉണ്ടല്ലോ. എനിക്ക് പുതിയ എമോജിയുടെ ഒരു ആർക്കിടെക്ചർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ അന്ന് വരുത്തി പോയതാണ്. പക്ഷേ എനിക്ക് ഹൈപ്പറിലായിരുന്നു ഷോപ്പ് ചെയ്യേണ്ടത്. ഹൈപ്പർ ഇത്ര ദാരുണമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ആദ്യം പറഞ്ഞാൽ വിനാശകാലേ വിപരീത ബുദ്ധി അത്ര പറഞ്ഞാൽ മതിയല്ലോ. വിശാലമായ ഹൈപ്പർ, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ആവശ്യമുള്ള ഒരൊറ്റ സാധനം അവിടെ കാണുന്നില്ല. അതുപോട്ടെ. അപ്പോൾ പിള്ളേർ മാക്സിൽ കയറി ഞാൻ നേരെ താഴേക്ക് പോയി. മുകളിലാണ്, ഏറ്റവും മുകളിലാണ് പാർക്കിംഗ്, ഏറ്റവും താഴെയാണ് ഹൈപ്പർ. അപ്പോൾ താഴെ നിന്ന് സാധനം എല്ലാം വാങ്ങിച്ചിട്ട് എല്ലാന്ന് വെച്ചാൽ എനിക്കൊന്നും കിട്ടിയില്ല. അത് വേറെ കാര്യം. കിട്ടിയ ഉണക്കക്കരുവാടൊക്കെ എടുത്ത് ട്രോളിയിലിട്ട് ബില്ല് ചെയ്തിട്ട് ഞാൻ മുകളിൽ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ കുട്ടികളടുത്തേക്ക് വിത്ത് ട്രോളി ഞാൻ കഷ്ടകാലത്തിന് പോയി. ഞാൻ സത്യത്തിൽ കണ്ടില്ല താഴെ എവിടെയും ട്രോളി വയ്ക്കുന്ന സ്ഥലം. ലിഫ്റ്റിലൊക്കെ കയറി വലിഞ്ഞ് മുകളിലെത്തിയപ്പോൾ മാക്സി കുട്ടികളുണ്ട്. മാക്സി ലക്ഷ്യമാക്കി ചിരിച്ചുകൊണ്ട് ഞാൻ നടന്നു. അപ്പോൾ മാക്സിലെ സെക്യൂരിറ്റി ചേട്ടൻ എൻ്റെ ചിരി കണ്ടുകൊണ്ട് അവിടെ തടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, കടക്ക് പുറത്ത്. എന്താ ചേട്ടാ ചോദിച്ചപ്പോൾ ട്രോളി അകത്തൊക്കെ അലൗഡല്ല, ആ സൈഡിൽ അങ്ങനെ വെക്കാൻ പോലും സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ചേട്ടനോട് മര്യാദയ്ക്ക് ചോദിച്ചു, ചേട്ടാ ഈ മോളിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ട്രോളി വയ്ക്കാൻ പറ്റുമോ? നിഷ്കരണം ആ ചേട്ടൻ പറഞ്ഞു, ഇല്ല അങ്ങനൊരു ഫെസിലിറ്റിയേ ഞങ്ങൾക്കില്ല എന്ന്. ചേട്ടന് മാക്സിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരുന്നു. ആ ഹൈപ്പറിൻ്റെ ഭാഗത്ത് എവിടെയോ അങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടെന്ന് ഒടുവിലാണ് ഞാൻ അറിഞ്ഞത്. നിരാശ അങ്ങ് എക്സ്ട്രീം. നല്ല ഹൈപ്പറല്ല, ട്രോളിക്ക് കാവലിരിപ്പ് ഒന്നും പറയണ്ട. ആ നിരാശയെല്ലാം ബർഗർ കിങ്ങിൽ നിന്ന് ബർഗർ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങളങ്ങ് തീർത്തു. എന്നിട്ട് കുറച്ച് തണുപ്പ് പകരാനായിട്ട് ബാസ്കിൻ റോബിൻസിൻ്റെ കോട്ടൺ ക്യാൻഡി, അയ്യോ എന്തൊരു ടേസ്റ്റായിരുന്നു, നല്ല ഭംഗിയായിരുന്നു, ടേസ്റ്റിനേക്കാൾ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ നിരാശയൊക്കെ കഴിഞ്ഞ് അവസാനിപ്പിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ പാർക്കിംഗ് ഒക്കെ സ്ലോട്ടൊക്കെ ഫീൽഡായിരുന്നേ. പക്ഷേ ഈ ഒരു കാഴ്ച ബ്രേക്കിംഗ്. ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ട്രിവാൻഡ്രം. ആ ഫ്ലൈറ്റ് കിടക്കുന്ന കിടപ്പ് കണ്ടാ, ആ ഫ്ലാഗും ഫ്ലൈറ്റും കൂടെ കണ്ടപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ നിരാശയ്ക്ക് ഒടുവിൽ ഒരല്പം സന്തോഷം കണ്ടെത്തി ഞങ്ങൾ ടാറ്റ പറഞ്ഞെങ്കിൽ വന്നു.